ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ കളിക്കൂട്ടുകാരൻ ജിഷ്ണുവിൻ്റെ ലൈഫിലൊരു വലിയ ദിവസമാണെന്ന്. ഈ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട പോലെ ഇന്ന് ജിഷ്ണുവിൻ്റെ അനീഷയുടെയും എൻഗേജ്മെൻറ്റ് ഡേ ആണ്. ഡേറ്റ് പറഞ്ഞാൽ April 12, 2026. സമയം ഇപ്പോൾ 9:30. ഞാനും ഇതും റെഡിയായി അവൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ മിക്കുവിനും അച്ഛനൊക്കെ ഒരു ബൈ പറഞ്ഞു. ഇനി ഫുൾ എൻഗേജ്മെൻറ്റ് മൂഡാണ്. പറയേണ്ട കാര്യമില്ലല്ലോ, ഇന്നത്തേക്കാൾ കൂടുതൽ അവന് ട്രോളൻ വേറൊരു ഗോൾഡൻ ചാൻസിനും കിട്ടില്ല. അങ്ങനെ ജിഷ്ണുവിൻ്റെ വീടെത്തി. പുള്ളി റൂമിൽ നല്ല മേക്കപ്പ് പരിപാടിയിലാണ്. വീട്ടിൽ കയറുന്നതിന് മുന്നേ നമുക്കൊന്ന് റിവൈൻഡ് അടിക്കാം. രാവിലെ 6 മണിക്ക് ഇവനെയും കൊണ്ടിട്ട് ഗുരുവായൂരിൽ മേക്കപ്പ് ചെയ്യാൻ പോയി 1 മണിക്കൂറോളം ഞങ്ങൾ പോസ്റ്റ് ചെയ്തു. അവിടുത്തെ കുറച്ച് കോപ്രായം കാണും. ഫ്ലാഷ് ബാക്ക്. അങ്ങനെ ജിഷ്ണുവിനെ മേക്കപ്പ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ വിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി. പിന്നെ ഒഴിവു സമയം എങ്ങനെ ആനന്ദകരമാക്കാം എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. കുറച്ചു നേരം വണ്ടിയിൽ മമ്മിയൂരും പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ചായ കുടിച്ചു. ഞാനും നിതു ഇപ്പോഴും പോസ്റ്റാണ്, അത് കാരണം ചായ കുടിച്ചു. എന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഗുരുവായൂരിൻ്റെ റൗണ്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ജിഷ്ണുവിന് ഇപ്പോഴും ടൈമുണ്ട് എത്താനായിട്ട്. എപ്പോഴും മേക്കപ്പിലായിരിക്കും. നമ്മളൊരു ചായയും പഴംപൊരിയും പിന്നെ ഒരു ഉഴുന്നുവടേ അതല്ല ഞാൻ പറഞ്ഞു. വിശാലമായി കഴിച്ചു വന്നതാണ്. ചായക്കടയിൽ പോയപ്പോ അവിടെ പഴംപൊരി, ഇങ്ങനെ നല്ല ചൂട് പഴംപൊരി അയാൾ കോരി ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നി, വട ഉണ്ടായിരുന്നു അപ്പൊ, പക്ഷെ പഴംപൊരി ചൂടായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നി പഴംപൊരി കഴിക്കാന്ന്. പക്ഷെ ആ പ്ലാനിങ് പാളി. തീരുമാനമായിരുന്നില്ല. അതെ, നല്ല തളച്ച പഴംപൊരിയാണ് അങ്ങേര് കൊണ്ടുവന്ന കയ്യില്. നല്ല എണ്ണയും. അപ്പൊ ഒരു എണ്ണയിലൊരു കുളിയും കുളിച്ചു, പഴംപൊരിയും കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വടയും കഴിച്ചു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:17, രാവിലെ 7:17. ഇത് ഗുരുവായൂർ പടിഞ്ഞാറേ നട. ഞങ്ങളിപ്പോ ആനക്കോട്ടയുടെ വഴി ആ റോഡ് വണ്ടി എടുത്തേക്കാണ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിടാം. കുറച്ച് നേരം അപ്പം അങ്ങനെ ഇവിടെ പോസ്റ്റായി. അതിന് ശേഷം ജിഷ്ണുവിനെ എടുക്കാൻ പോകും. അവൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജിഷ്ണുവിനെ കാണാം. ഇത്രയും വലിയ ആനപ്പിണ്ടം കണ്ടിട്ടോ നിങ്ങൾ? പുറത്തിറങ്ങി വാടാ. ജിഷ്ണു ചേട്ടൻ, എൻ്റെ മോനെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രം. കുറച്ച് ടെൻഷനിലാണ്. എന്തോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ജിഷ്ണുവിനെയും പിക്ക് ചെയ്ത് ഗുരുവായൂർ മേൽപ്പാലം കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. കനവുകളിൽ നിലവുകളിൽ നാടായ നാടും തേടിയും നാടായ കാടും. ഇത് ഞങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വഴിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ 10 വർഷങ്ങൾ മനോഹരമാക്കിയൊരിടം ചിറ്റാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ. ഈ സ്ഥലത്തിനൊരു വല്ലാത്ത ഹീലിംഗ് പവർ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് വന്നിരുന്നാൽ കിട്ടുന്നൊരു സമാധാനം അതൊന്ന് വേറെ തന്നെയാണ്. ന്യൂസ്റ്റ് അടിച്ച് മെയിൻ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ആയില്ലേ? ഓക്കെ, നൗ അഗെയിൻ ബാക്ക് ടു എൻഗേജ്മെൻറ്റ് മോഡ്. ജിഷ്ണുവിനെ തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തപ്പോഴേക്കും 8 മണി കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളും തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ റെഡി വന്നപ്പോഴേക്കും തന്നെ ഇത് സെറ്റായി വന്നു. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ, വാ നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. End.
A flashback. എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് സൂപ്പറാണ്. എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് പൊളിയാണ്. എന്റെ ചേട്ടനൊരു പൊട്ടനാണ്. അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഡീറ്റെയിൽഡായി ബാക്കി എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ നമുക്ക് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇറക്കാം. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. താങ്ക് യു.